ഹായ് ഫ്രണ്ട്സ്, മൂളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ ലോട്ടസിൻ്റെ ട്യൂബറിൻ്റെ സെയിൽ വീഡിയോയും പിന്നെ കുറച്ച് ആമ്പൽ തൈകളായിട്ടുണ്ട് അതിൻ്റെയും കൂടി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് കേട്ടോ നമ്മളെ ആദ്യത്തെ ആമ്പലിൻ്റെ തൈ. ഇതാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ തന്നെ 2-3 തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് ആണെന്നാണ്. ഫ്ലവറിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഏത് തൈയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. DTDC വഴിയാണ് കൊറിയർ ചെയ്യുക. അടുത്ത തൈ ഇതാണ്. ഇതിൻ്റെ ഫ്ലവറും ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കുറേ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് തൈയാണെന്ന് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ആമ്പൽ തൈകൾ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആമ്പൽ തൈ കാണാം. എല്ലാം നല്ല ഫ്രഷ് തൈകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഫുൾ കുറേ ഇലകളൊക്കെ വന്നിട്ടുള്ള നല്ല തൈയാണ് കേട്ടോ. ഇതാണ് മൂന്നാമത്തെ തൈ കേട്ടോ. ഇത് സെയിം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെയും ഫ്ലവർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലവറിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതാണ് മൂന്നാമത്തെ തൈ വന്നിട്ട്. അടുത്ത തൈ ഇതാണ് കേട്ടോ. ഇതാണ് 4ാമത്തെ തൈ. ഇത് പക്ഷേ മൊട്ടിട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ ഓൾറെഡി ആമ്പൽ ഇതുവരെ നട്ടിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റും. ഏത് തൈയായാലും കുഴപ്പമില്ലല്ലോ. ഫ്ലവറിൻ്റെ അങ്ങനെ ഇത് വേണം അത് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിലല്ലേ അങ്ങനത്തെ ചോയ്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളടുത്ത് ഇതുവരെ ആമ്പലൊന്നും നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുട്ടിടാത്ത തൈകളായാലും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. മുട്ടിടാത്ത തൈകളാകുമ്പോൾ ഏതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങളടുത്ത് 1-2 ആമ്പലുണ്ട്, നിങ്ങളടുത്ത് ഇല്ലാത്ത തൈകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരണ്ടെങ്കിൽ എനിക്ക് മുട്ടിട്ട് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് തൈകൾ വന്നിട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും ഫ്ലവർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി മുന്നേ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ള ആമ്പൽ തന്നെയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് തൈകളാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൂവ് കണ്ടപ്പോൾ എടുത്തേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും തൈകൾ അവൈലബിൾ ആയിട്ടില്ല. നല്ല ഭയങ്കര സുന്ദരിയായിട്ടുള്ളതാണ്. ഇതൊരു താമരയുടെ പൊട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് ആമ്പലിൻ്റെയും താമരേൻ്റെയൊക്കെ മുട്ടും പൂവും ഒക്കെ കാണിച്ചു തരാം. ഇതും ആമ്പൽ ഇന്ന് രാവിലെ വിരിഞ്ഞതാണ്. ഇതിൻ്റെയും തൈയൊന്നും അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. ഇത് നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ. രാത്രിക്ക് മാത്രമേ അത് വിരിയുള്ളൂ. ഇത് പിന്നെ വേറൊന്ന് മുട്ടിട്ടതാണ്. ഇതൊക്കെ എൻ്റെ താമര മുട്ടിട്ടതും വിരിഞ്ഞതും ഒക്കെയാണ് കേട്ടോ. ഇന്ന് വിരിഞ്ഞതാണ് ഇന്ന് വിരിഞ്ഞതാണ് ഇതൊക്കെ. പിന്നെ കുറേ മുട്ടുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ ഇനി വിരിയാൻ കാത്തിരിക്കുന്ന സുന്ദരികളാണ് എൻ്റെത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ താമരയുടെ ശേഖരം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല എത്രത്തോളം താമരകളുണ്ട് എന്നുള്ളത്. ഇതൊക്കെ എൻ്റെ താമരത്തോട്ടമാണ്. ഞാൻ ടെറസിൻ്റെ മുകളിൽ കേട്ടോ താമര വളർത്തുന്നത്. നിങ്ങളൊക്കെ എവിടെയാണ് താമര വളർത്തുന്നതെന്ന് പറയണം കേട്ടോ. നിങ്ങളെ കയ്യിൽ ഏതൊക്കെ ലോട്ടസ് ഉണ്ട്, ഏതൊക്കെ ആമ്പലുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും എൻ്റെ അടുത്ത് ഇല്ലാത്തത് നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഒരു അമേരി പിയോണിയുടെ ചെറിയ ഒരു ട്യൂബർ ഞാൻ നട്ടുവെച്ചതാണ് കേട്ടോ. ചെടിച്ചട്ടിയിൽ അത് 12 ദിവസം കൊണ്ട് എനിക്ക് മുട്ടിട്ടതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ഇതാണ് കേട്ടോ ട്യൂബർ. ഒക്ടോപ്പസ് എന്ന് പറയുന്ന ലോട്ടസ് ഐഡിയുടെ ട്യൂബറാണ്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ഉം ഫ്രഷ് ട്യൂബറാണ്. ഇതിലേതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.